ഭഗവത് റാവു ക്ഷീരസാഗറിന്റെ കഥ. ബാബ എത്രത്തോളം വിത്തൽ ഭഗവാനെ പൂജിച്ചിരുന്നുവെന്ന് ഭഗവത് റാവു ക്ഷീരസാഗറിന്റെ കഥയിൽ നിന്നും മനസ്സിലാവുന്നതാണ്. ഭഗവത് റാവിന്റെ അച്ഛനും വിത്തോബ ഭക്തനായിരുന്നു. വർഷാവർഷം അദ്ദേഹം പണ്ഡീരപുരത്തിലേക്ക് പോവുക പതിവായിരുന്നു. വിത്തലിന്റെ ഒരു ചിത്രം വീട്ടിലുണ്ടായിരുന്നത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ശ്രാദ്ധ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭഗവത് റാവു ഷിർദിക്ക് ചെന്ന സമയം ബാബ ഭഗവതിന്റെ അച്ഛനെ ഓർത്ത് ഇപ്രകാരം പറഞ്ഞു: നിന്റെ അച്ഛൻ എന്റെ സുഹൃത്തായിരുന്നു, അതിനാൽ ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് വരിച്ചു. നൈവേദ്യം ഒരു പ്രാവശ്യം തന്നില്ല. അതുകൊണ്ട് എന്നെയും വിത്തലിനെയും പട്ടിണിക്കിരയാക്കിയതിനാലാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രാർത്ഥിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രയാഗിൽ ദസ്കനുവിന്റെ സ്നാനം. ഗംഗയും യമുനയും ചേരുന്ന പുണ്യതീർത്ഥ സ്ഥലമായ പ്രയാഗിൽ ചെന്ന് ഹിന്ദുക്കൾ സ്നാനം ചെയ്യുന്നത് ഒരു വിലയേറിയ സമ്പത്താണെന്ന് വിശ്വസിക്കുന്നു. ആയതിനാൽ തീർത്ഥാടനത്തിനായി ആയിരക്കണക്കിന് യാത്രക്കാർ അവിടേക്ക് ചെല്ലുന്നു. ദസ്കനു ഒരു പ്രാവശ്യം പ്രയാഗിലേക്കുള്ള യാത്ര ആലോചിച്ച് ബാബയുടെ കൽപ്പനയ്ക്കായി കാത്തുനിന്നു. ബാബ പറഞ്ഞു: അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല, എന്നെ വിശ്വസിക്കൂ. അത്ഭുതത്തിന്മേൽ അത്ഭുതങ്ങൾ. ദസ്കനു തന്റെ ശിരസ് ബാബയുടെ പാദങ്ങൾ വെച്ച ഉടൻ ബാബയുടെ തള്ളവിരലുകളിൽ നിന്ന് ഗംഗയും യമുനയും ഒഴുകിത്തുടങ്ങി. ഈ അസാധാരണ അത്ഭുതം കണ്ടയുടൻ ദസ്കനു അത്യധികം ആഹ്ലാദഭരിതനായി. കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. മനസ്സിനുള്ളിൽ ഒരു അപരിതമായ ചൈതന്യം ഉണ്ടാവുകയും ബാബയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ലീലകളെക്കുറിച്ചും തന്നെത്താൻ അറിയാതെ പാടുകയും ചെയ്തു. സായിബാബയുടെ നിഷ്കളങ്കമായ ആലോചനകളും അദ്ദേഹത്തിന്റെ ആഗമനവും ആർക്കും തന്നെ അറിയുമായിരുന്നില്ല. ബാബയുടെ ജനനസ്ഥലം, ജനനം, മാതാപിതാക്കൾ എന്നിവയെ പറ്റിയുള്ള വിവരം, ഇത് സംബന്ധിച്ച് എത്രയോ ചോദ്യങ്ങൾ ബാബയോടും മറ്റുള്ളവരോടും പലതവണ ചോദിച്ചിട്ടും തക്കതായ സമാധാനം കിട്ടിയിട്ടില്ല. വാസ്തവത്തിൽ നമുക്ക് ഈ കാരണങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. നാമദേവും കബീറും സാധാരണ മനുഷ്യരായി ജനിച്ചവരല്ല. അവർ 2 കുഞ്ഞുങ്ങളായിരുന്നു. ഗോനായിയാണ് ഭീമരതി തീരത്ത് നാമദേവനെ കണ്ടെടുത്തത്. കബീറിനെ അതുപോലെ ഭാഗീരഥി നദീതീരത്ത് താമൽ എന്ന മനുഷ്യൻ കണ്ടെടുത്തു. അതേമാതിരിയായിരുന്നു സായിബാബയുടെ നിലയും. 14 വയസ്സായിരുന്ന ഒരു കുട്ടി ഭക്തന്മാർക്ക് വേണ്ടി ഷിർദിയിൽ ഒരു വേപ്പ് മരച്ചുവട്ടിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ അദ്ദേഹം ബ്രഹ്മജ്ഞാനം നിറഞ്ഞവനായിരുന്നു. സ്വപ്നത്തിൽ കൂടിയും ലോക വസ്തുക്കളിൽ അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മായയെ അദ്ദേഹം വർജിച്ചു. അദ്ദേഹം മുക്തിപ്രസാദനായി തീർന്നു. ഒരു വൃദ്ധ സ്ത്രീ ഷിർദിയിൽ വസിച്ചിരുന്നു. ആ സ്ത്രീയാണ് ചെറുപ്പവും വെളുത്ത നിറത്തോടു കൂടിയവനുമായ സായിയെ വേപ്പുമരത്തിനിടയിൽ ആസനം ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആദ്യമായി ദർശിച്ചത്. ഈ കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ വെയിലും തണുപ്പും കണക്കാക്കാതെ തപസ്സിലിരിക്കുന്നത് കണ്ട് ഗ്രാമനിവാസികൾ അത്യധികം അത്ഭുതപ്പെട്ടു. ആളുകൾ ചോദിച്ചു: എപ്പോഴാണ് ഈ കുട്ടി ഇവിടേക്ക് വന്നത്? ഇവന്റെ ആകൃതിയും ശരീരവും അതിസുന്ദരം. ഒരു നോട്ടം മതി ആളുകൾക്ക് ഈ കുട്ടിയെ ഇഷ്ടപ്പെടാൻ. ഇവൻ ആരുടെ വീടിന്റെ മുറ്റത്തും ചെല്ലുന്നില്ല. എപ്പോഴും വേപ്പുമരത്തിന്റെ താഴെ ഇരുന്നിരുന്നു. പുറമെ ഒരു ചെറിയ കുട്ടിയായി തോന്നിയിരുന്നുവെങ്കിലും ഇവൻ കാര്യത്തിൽ വലിയ ഒരു ജ്ഞാനിയായിരുന്നു. രൂപത്തിൽ സൗമ്യത നിറഞ്ഞിരുന്നുവെങ്കിലും നേരിൽ ഗൂഢാർത്ഥം നിറഞ്ഞ മനസ്സോടു കൂടിയവൻ. ഒരു ദിവസം കാന്തേബ ഒരു ഭക്തന്റെ രൂപമെടുത്തു. ജനങ്ങൾ അയാളോട് ചോദിച്ചു: ദേവാ, എന്തു പുണ്യം ചെയ്ത അച്ഛന്റെ മകനാണ് കാന്തേബ? ഒരു കുമ്പിൽ കോടാലി കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞു. അവിടെ കുഴിച്ചപ്പോൾ ഒരു വലിയ കല്ലിന്റെ കീഴിൽ ചെങ്കല്ലുകൾ കാണപ്പെട്ടു. അവയെ നീക്കിയപ്പോൾ ഒരു വഴി കണ്ടു. അതിൽ 4 ദീപങ്ങൾ എരിയുന്നുണ്ടായിരുന്നു. ആ വഴി ഒരു മുറിയിലേക്ക് ചെന്നിരുന്നു. ആ മുറിയുടെ വാതിൽ പശുവിന്റെ മുഖം പോലെയായിരുന്നു. മരപ്പലകകൾ, റോജാമാലകൾ എന്നിവകളും കാണപ്പെട്ടു. കാന്തേബ പറഞ്ഞു: ഈ കുട്ടി 12 വർഷക്കാലം ഇവിടെ തപസ് ചെയ്തിരുന്നു. പിന്നെ ആളുകൾ ഈ കുട്ടിയോട് പ്രശ്നങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അവൻ അവരെ തള്ളി ഒതുക്കി പറഞ്ഞു: ഇത് എന്റെ ഗുരുനാഥന്റെ സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ പുതിയ അറയാണ്. ആയതിനാൽ ഇതിനെ നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കണം. ജനങ്ങൾ പിന്നെ ആ വഴി മുമ്പിരുന്ന സ്ഥിതിയിൽ അടച്ചു. അരശുമരവും അശ്വത്ഥമരവും എങ്ങനെ പുണ്യമായ മരങ്ങളായി കരുതുന്നുവോ അതേപോലെ ബാബ വേപ്പുമരത്തിനെ കരുതിയിരുന്നു, സ്നേഹിച്ചിരുന്നു. മത്സാഹരിയും ഷിർദിയിലെ മറ്റു ഭക്തന്മാരും ഈ സ്ഥലത്തെ വിശ്രമസ്ഥലം ബാബയുടെ ഗുരു സമാധിസ്ഥൻ ആയി കരുതുകയും അതിനു മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്തു വരുന്നു. 3 വഡോക്കർ ആശ്രമങ്ങൾ. 1 ഹരിശ്രീ വിനായക് സത്തെ
എന്ന മനുഷ്യൻ വേപ്പുമരം നിൽക്കുന്നതും അതിന് ചുറ്റുവട്ടാരങ്ങളിൽ ഒരു ഭാഗത്തെയും വാങ്ങി. ആ സ്ഥലത്ത് ഒരു വലിയ കെട്ടിടം സത്തോവാട പണിയിച്ചു. ഈ സ്ഥലം തീർത്ഥയാത്രക്കാരുടെ വിശ്രമ സ്ഥലമായി ഉപയോഗിച്ചു വരുന്നു. വേപ്പുമരത്തിന് ചുറ്റും ഒരു തിണ്ട് പടികളോടുകൂടി നിർമ്മിച്ച് പടികളുടെ തെക്ക് ഭാഗം നോക്കി താഴെ ഒരു മാടമുണ്ടാക്കി. ഇതിൽ സാധാരണയായ ഭക്തന്മാർ വടക്കോട്ട് നോക്കിയിരിക്കുക പതിവാണ്. ഏതൊരുവൻ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ചന്ദനത്തിരി കത്തിക്കുന്നുവോ അവർ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച് സന്തോഷഭരിതരാകുമെന്ന ഒരു വിശ്വാസം നിലനിൽക്കുന്നു. ഈ സത്രം വളരെ പഴക്കം ചെന്നതും ഇടിഞ്ഞു പൊളിഞ്ഞതുമായി കൊണ്ട് പുതുക്കി പണിയാനുള്ള ശ്രമം ആവശ്യമായി. തൻ ആവശ്യമുള്ള പണികൾ ചെയ്തിരുന്നു. ഈ സത്രം വളരെ പഴക്കം ചെന്നതും ഇടിഞ്ഞു പൊളിഞ്ഞതുമായതുകൊണ്ട് പുതുക്കി പണിയാനുള്ള ശ്രമം ആവശ്യമായി. തൻ ആവശ്യമുള്ള പണികൾ ചെയ്തിരുന്നു. ട്രസ്റ്റ് 2. കുറെ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സത്രം ഡിക്സിറ്റ് വാഡ എന്ന പേരിൽ നിർമ്മിച്ചു. കാക്കാ സാഹിബ് ഡിക്സിറ്റ് മുംബൈയിലെ വക്കീൽ ഇംഗ്ലണ്ടിൽ ചെന്ന് ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കാലിൽ ഒരു പരിക്കുണ്ടായി. ഈ മുറിവ് എത്ര ചികിത്സിച്ചിട്ടും മാറിയില്ല. നാനാ സാഹിബ് ചന്ദേക്കർ ബാബയെ കാണുവാനായി ഉപദേശിച്ചു. അതുകൊണ്ട് 1909 നാനാ സാഹിബ് ബാബയെ കാണുവാൻ വന്നു. കാലിലുള്ള മുറിവിനേക്കാൾ തൻ്റെ മനസ്സിലുള്ള മുറിവിനെ മാറ്റിത്തരാനായി അപേക്ഷിച്ചു. ബാബയുടെ ദർശനം നാനാ സാഹിബിനെ അത്യധികം സന്തോഷവാനാക്കി. ഷിർദിയിൽ തന്നെ താമസിക്കുവാൻ തീർച്ചയാക്കി. അതുകാരണം ഒരു സത്രം തനിക്ക് താമസിക്കുവാനും മറ്റ് ഭക്തന്മാർക്കുമായി പണിയിച്ചു. ഇതിന്റെ അസ്ഥിവാരം 1910 ഡിസംബർ 10 ഇട്ടു. ആ ദിവസം 2 പ്രധാന സംഭവങ്ങൾ നടന്നു. ദാദാ സാഹിബ് ഖബർഡേക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുവാനുള്ള അനുവാദം ലഭിച്ചു. രാത്രി പൂജ ചാവടിയിൽ ആരംഭിച്ചു. സത്രം 1911 പൂർത്തിയായി. രാമനവമി ദിവസം വേണ്ട ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ആളുകൾ അതിൽ താമസം ആരംഭിച്ചു. ഇനിയൊരു വിസ്താരമായ സത്രവും ശ്രീബൂട്ടി എന്ന നാഗപൂർ വാസിയും ധനവാനുമായ ആൾ പണിയിച്ചു. ഈ കെട്ടിടത്തിന് ധാരാളം പണം ചെലവഴിച്ചു. എല്ലാ ധനവും വളരെ സൂക്ഷ്മമായി ഉപയോഗപ്രദമായി ചെലവഴിച്ചു. ഇവിടെയാണ് സായിബാബയുടെ മൃതശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. അതിനെ ഇപ്പോൾ സമാധി മന്ദിർ എന്ന് വിളിക്കുന്നു. മുമ്പ് ഈ സ്ഥലം ഒരു പൂന്തോട്ടമായിരുന്നു. അവിടെ വെള്ളമൊഴിക്കുന്ന ജോലി സായിബാബ നേരിട്ട് നിർവഹിച്ചിരുന്നു. ഇങ്ങനെ 3 സത്രങ്ങൾ ഉണ്ടായി. ഇവകളിൽ സത്തോ സത്രം പഴയകാലത്ത് വളരെ ഉപയോഗപ്രദമായിരുന്നു. സായിബാബ നോക്കിക്കൊണ്ടിരുന്ന പൂന്തോട്ടം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വാമൻ ദത്താവാണ് നോക്കിയത്. ചന്ദ് പട്ടേൽ, ജാനകിദാസ്, ഗംഗാഗീർ, ദേവിദാസ് ഇവരുടെ കല്യാണ പാർട്ടിക്കൊപ്പം ബാബയുടെ തിരിച്ചുവരവ്, മസ്ജിദിൽ താമസിക്കുന്ന മെഹദീൻ, ശ്രീ ദോങ്കളെ ദബോളിയുമായി ബാബയുടെ മല്ലയുദ്ധം, മറ്റു ഭക്തന്മാരുടെ സ്നേഹം എന്നിവ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നു. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം.